വീട്ടിലെ അടുക്കളയിൽ നിന്നും തുടങ്ങുന്ന സംരംഭങ്ങൾ പലപ്പോഴും ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കപ്പുറം സ്ത്രീകളുടെ ആത്മവിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തയുടെയും പ്രതീകങ്ങളായി മാറാറുണ്ട്. കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിലിരുന്ന് ആരംഭിക്കാവുന്ന സംരംഭം എന്ന നിലയിൽ ഉണ്ണിയപ്പം നിർമ്മാണത്തെ വരുമാന മാർഗമായി മാറ്റിയിരിക്കുകയാണ് മുംബൈയിലെ ഒരു കൂട്ടം വനിതകൾ. അടുക്കളയിൽ നിന്നുയരുന്ന ഉണ്ണിയപ്പത്തിന്റെ കൊതിയൂറുന്ന മണം ഇന്ന് നിരവധി കുടുംബങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ മധുരം പകരുകയാണ്. മുംബൈ ഉപനഗരമായ ഡോംബിവിലിക്ക് തൊട്ടടുത്ത ടാക്കുള്ളി നിവാസികളാണ് ഇവരെല്ലാം. 2009 ഗിരിജയും സിന്ധുവും റീനയും ചേർന്നാണ് ഉണ്ണിയപ്പ നിർമ്മാണ സംരംഭത്തിന് തുടക്കമിടുന്നത്. സ്ത്രീകൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ബിസിനസ് ചെയ്യാൻ മടിച്ചിരുന്ന കാലമായിരുന്നു അത്. 2008 ജോലി വിട്ടു. അപ്പൊ എന്തെങ്കിലും ചെയ്യണം. ട്യൂഷനൊക്കെ എല്ലാവർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതല്ലാത്ത രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകാരി സിന്ധു റീനയുണ്ട്, ഞാൻ അവരോട് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് ആദ്യം ഒരു മടിയായിരുന്നു. ഫുഡിന്റെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, കാരണം വീട്ടില് ഫുഡ് ഐറ്റംസ് പലതരത്തിൽ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പൊ ഞാൻ അവരോട് ഉണ്ണിയപ്പം ഉണ്ടാക്കാണ്. അപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കാം, പക്ഷെ മാർക്കറ്റിൽ ഞങ്ങൾ ഇറങ്ങില്ല എന്ന് രണ്ടുപേരും ആദ്യം പറഞ്ഞു. കാരണം അവർക്ക് രണ്ടുപേർക്കും മാർക്കറ്റിൽ ഇറങ്ങാൻ ഭയങ്കര ഒരു നാണക്കെടുവല്ല. കാരണം ആ സമയത്ത് 2009, 2010 കാലഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾ ഇങ്ങനെ കൂടുതലും ഒന്നും പുറത്തിറങ്ങാത്തൊരു സമയമായിരുന്നു. അതും പ്രത്യേകിച്ച് ടാക്കുള്ളിയൊക്കെ ഡൊംബിലി ഏരിയയിലൊന്നും അത്ര ഒരു മീൻസ് സ്ത്രീകൾ അങ്ങനെ അങ്ങോട്ട് മുന്നിൽ ഒന്നും വന്നിരുന്നില്ല. പക്ഷെ ഞാൻ ജോലിക്കൊക്കെ പോകണ്ടായിരിക്കും, എനിക്ക് അതിനോടൊരു പ്രശ്നം തോന്നിയില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മാർക്കറ്റിംഗ് ചെയ്തോളാം, നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാന്നാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഉണ്ണിയപ്പം. എന്നാൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് ഇവർ സംരംഭത്വത്തിലേക്ക് കടക്കുന്നത്. തുടക്കത്തിൽ ചില നെഗറ്റീവ് അഭിപ്രായങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും അതിനെ വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഉണ്ണിയപ്പവുമായി ഇവർ വിപണിയിലേക്ക് ഇറങ്ങി. നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ സമൂഹത്തിൽ. എന്നോട് വെച്ചാൽ ഈ ബാങ്കിൽ ജോലി കിട്ടി ഇതിനൊക്കെ പോകാൻ പറയുമ്പോൾ ഒരു നാണക്കടില്ല. പക്ഷെ എനിക്കൊരു നാണക്കടും തോന്നിയില്ല. സ്ത്രീകള് സ്വയം പര്യാപ്തത നേടണം, അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്നാണ് എന്റെ പക്ഷം. സ്വന്തം അധ്വാനത്തിലൂടെ വരുമാനം കണ്ടെത്തിയതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബ ചെലവുകൾക്കും ആരെയും ആശ്രയിക്കേണ്ടി വരില്ലെന്ന് ഗിരിജയും സിന്ധുവും പറയുന്നു. നമ്മുടെ കയ്യിൽ ആരോടും ചോദിക്കാതെ എടുത്ത് എന്തെങ്കിലും വാങ്ങാനോ ആക്കാനുള്ള പൈസ കിട്ടും. അത് ഒരു നല്ല കാര്യമല്ലേ. എപ്പോഴെപ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വീടാകുമ്പം കുറേ കാര്യങ്ങളില്ലേ. ഭർത്താവിനാണെങ്കിലും മക്കൾക്കാണേലും സ്കൂളിലും എല്ലാത്തിനും ഭയങ്കര ചെലവല്ലേ അന്നേരം. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് കിട്ടുമ്പോൾ നമുക്ക് അവർക്കും എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം, നമുക്കും മേടിക്കാം, ഒരു ഹാപ്പി. കുടുംബത്തിന് സാമ്പത്തിക പിന്തുണ നൽകാനും ഈ സംരംഭത്തിലൂടെ ഇവർക്ക് കഴിഞ്ഞു. ആ കൂട്ടായ്മയുടെ തുടക്കകാല ഓർമ്മകൾ ഇന്നും റീനയ്ക്ക് സന്തോഷം നൽകുന്നു. കുറെ കാലം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗിരിജക്ക് ജോലി കിട്ടി. പിന്നെ നമ്മൾ രണ്ടാളും കുറെ കാലം ഉണ്ണിയപ്പോ എല്ലാ കാര്യങ്ങളും ഓർഡർ എടുത്തിട്ട് എരിവില്ലാത്ത ഉണ്ണിയപ്പോ, മധുരമുള്ള ഉണ്ണിയപ്പോ, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 8 വർഷത്തോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2013 ഗീതയും ഉണ്ണിയപ്പം നിർമ്മാണത്തിലേക്ക് കടന്നു. ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി കടകളിൽ എത്തിക്കുന്ന ഗീതയുടെ ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് തന്നെ ആരംഭിക്കും. 2013 ഞാനിത് തുടങ്ങിയത്. ഇപ്പം തന്നെയായിരുന്നു. അന്നേരം നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണം, ഇത് വേണം. ഇപ്പം എല്ലാ കാര്യവും ഇത് തുടങ്ങി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ആദ്യം ഉണ്ണിയപ്പം തന്നെ, പിന്നെ അങ്ങനെ ഓർഡർ വരുമ്പം പരിപ്പ് വട, സുഖിയൻ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഞാൻ ഉണ്ണിയപ്പം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് തന്നെ കഴുകി ഉണക്കി വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് അത് വൈകിട്ടാകുമ്പോൾ എല്ലാം മാവെല്ലാം കലക്കി വെച്ച് രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റുണ്ടാക്കും. ഒരു 9 മണി വരെ 9:15 വരെയൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞ് പാക്ക് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കി ഇന്നും ഗീത ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വീട്ടിലെ രുചി തൊട്ടടുത്ത വീടുകളിൽ പങ്കിട്ടിരുന്ന ഷീബയ്ക്ക് ലഭിച്ച പ്രോത്സാഹനമാണ് ഉണ്ണിയപ്പം നിർമ്മിച്ച് വിൽക്കുന്നതിലേക്ക് വഴി തുറക്കുന്നത്. പാചകത്തിനോട് ഒരു ഇൻട്രസ്റ്റ് കൂടുതലുള്ളതിൽ തുടങ്ങിയതാണ്. പിന്നെ അത് അടുത്ത വീടുകളിൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അവര് താല്പര്യത്തോടെ എല്ലാവരും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ 1-2 കടകളിൽ ചോദിച്ചപ്പോൾ അവർക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവർ വേണമെന്ന് പറഞ്ഞു, അങ്ങനെ കൊടുത്തു തുടങ്ങി. പിന്നെ വീട്ടിലും എല്ലാവർക്കും ഇൻട്രസ്റ്റ് തന്നെയാണ്, ഞാൻ ചെയ്യുന്നതിൽ താല്പര്യം തന്നെയായിരുന്നു. ഉണ്ണിയപ്പത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവരുടെ സംരംഭത്വം. അച്ചാറുകൾ, പഴംപൊരി, സുഖിയൻ, ബിരിയാണി തുടങ്ങി വിവിധ ഭക്ഷണ വിഭവങ്ങളും ഇവർ തയ്യാറാക്കുന്നു. ഉണ്ണിയപ്പം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം പഴംപൊരി, ഉള്ളിവട, പരിപ്പ് വട, സുഖിയൻ, ഇതൊക്കെ. പിന്നെ എൻ്റെ കൂടെ സിന്ധു അവളും കൂടി ചേർന്നിട്ട് ഓർഡർ എടുത്തിട്ട് സൺഡേ ഓർഡർ എടുത്ത് ബിരിയാണി, ഇഡ്ഡലി, സാമ്പാർ അങ്ങനത്തെ എല്ലാം ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് ഓർഡറുകൾ ലഭിക്കുമ്പോൾ ആവശ്യാനുസരണം വിഭവങ്ങൾ തയ്യാറാക്കി നൽകുന്നതാണ് ഇവരുടെ എല്ലാം രീതി. സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം ആവശ്യങ്ങൾക്കായി മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാനും കഴിയണമെന്നതാണ് ഇവരെല്ലാം നൽകുന്ന സന്ദേശം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട്
സ്വന്തം കാലിൽ നിൽക്കാന്നുള്ള ആ ഒരു ഇത് ഫുള്ളി ഡിപ്പെൻഡ് അവരെ ആകുമ്പോഴും നമ്മളെ ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റം എല്ലാം വരുന്നത് കാരണം തന്നെ ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. സ്വയം പര്യാപ്തതയിലേക്കുള്ള ഓരോ ചുവടും കുടുംബത്തിനും സമൂഹത്തിനും കൂടുതൽ കരുത്ത് നൽകുമെന്നാണ് ഇവരുടെ അനുഭവം. ടാക്കുല്ലി ഡോംബിവലി മേഖലയിലെ മലയാളി സമൂഹത്തിന്റെ കൂട്ടായ്മയും ഇവരുടെ സംരംഭങ്ങൾക്ക് പിന്തുണയേകുന്നു. നാട്ടിൽ സ്ഥിരതാമസമാക്കുന്നതിനേക്കാൾ ഇവിടുത്തെ സൗഹൃദവും പരസ്പര സഹകരണവുമാണ് ഇവർക്കെല്ലാം പ്രിയം. എനിക്ക് നാട്ടിൽ പോകാനൊന്നും അത്ര താല്പര്യമില്ല. കാരണം ഡോംബിവലി ടാക്കുല്ലി ഏരിയയിലെ പോലെ ഇത്രമാത്രം സഹകരണവും സ്നേഹവും എല്ലാം ഉള്ള ഒരു സ്ഥലം എനിക്ക് വേറെവിടെയും കണ്ടിട്ടില്ല. ഈ ഇവിടുന്ന് ചെയ്യുന്നതിന്റെ അത്രയും സ്പിരിറ്റ് നാട്ടിൽ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നാട്ടിൽ നിന്നില്ലേനെക്കാണിയും നല്ല കൂടുതൽ ഇത് ഇവിടെ മഹാരാഷ്ട്രയിൽ നമ്മൾ ബോംബെയിൽ എത്തിയതിനു ശേഷം ചെയ്യുമ്പം തന്നെയാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കൂട്ടായി നിൽക്കുന്ന പരിസരവാസികളുടെ പിന്തുണയും ഈ വനിതാ സംരംഭകർ എടുത്തു പറയുന്നു. വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന ചെറു സംരംഭങ്ങൾ വളരുമ്പോൾ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിനൊപ്പം അവതരണത്തിനും വിപണനത്തിനും പ്രാധാന്യമുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുമ്പോൾ ബാധകമായ നിയമപരമായ ആവശ്യകതകൾ പാലിക്കുന്നതും പ്രധാനമാണ്. സമീപത്തെ പലചരക്ക് കടകൾ, ബേക്കറികൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തിച്ചാണ് വിൽപ്പന. ഡോംബിവലി വർമ്മ സ്റ്റോറിലും അങ്ങനെ എല്ലാ കടകളിലും ഒരുവിധം എല്ലാ 4-5 കടകളിൽ കൊടുക്കുന്നുണ്ട്. ഈ ചർച്ചൊന്നും അവിടുന്ന് ഇവിടുന്ന് ഓർഡർ വരും. സൺഡേകളിലൊക്കെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ലതാണെന്ന് എന്തെങ്കിലും ഒരു ഇതാവൂല്ലെന്നല്ലേ ആ ഒരു ഇതിലായിരുന്നു. അടുക്കളയിൽ നിന്ന് വിപണിയിലേക്ക്, അവിടെ നിന്ന് സ്വയം പര്യാപ്തതയിലേക്ക് ടാക്കുല്ലയിലെ വനിതാ സംരംഭകരുടെ ജീവിതം തെളിയിക്കുന്നത് വലിയ മുതൽ മുടക്കോ വലിയ സ്ഥാപനങ്ങളോ ഇല്ലാതെയും ആത്മവിശ്വാസവും കൂട്ടായ്മയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഒരു ചെറിയ സംരംഭത്തിന് വലിയൊരു ജീവിതമാറ്റത്തിന് തുടക്കമാകുമെന്നാണ്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azia Builders, building beyond blue.